വർഷങ്ങൾക്കു മുമ്പ് മരുഭൂമിയിലെ വലിയൊരു കച്ചവട സംഘത്തോടൊപ്പം കാരവൻ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു അമീൻ. പക്ഷെ ഒരു വലിയ മണൽക്കാറ്റിൽപ്പെട്ട് അയാൾക്ക് തന്റെ കുടുംബത്തെയും സമ്പാദ്യത്തെയും നഷ്ടമായി. ജീവിതത്തിൽ ഒന്നിനോടും താൽപ്പര്യമില്ലാതെ മരുഭൂമിയുടെ ഒരറ്റത്തുള്ള ഒരു ചെറിയ പാറമടയിൽ അയാൾ ഏകാന്തനായി കഴിഞ്ഞു. വല്ലപ്പോഴും കടന്നുപോകുന്ന യാത്രക്കാർക്ക് വെള്ളം നൽകി കിട്ടുന്ന ചെറിയ നാണയങ്ങൾ മാത്രമായിരുന്നു അയാളുടെ വരുമാനം. അമീന്റെ അടുത്തുണ്ടായിരുന്നത് ഒരേയൊരു സാധനം മാത്രമായിരുന്നു, അയാളുടെ മരിച്ചുപോയ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടുനൂലുകൾ കൊണ്ട് തുന്നിയ ഒരു ചെറിയ മാല. അത് നോക്കി അയാൾ രാത്രികളിൽ തനിച്ചിരുന്നു, കരയുമായിരുന്നു. ഒരു കഠിനമായ വേനൽക്കാലത്ത് പാതിരാത്രിയിൽ അമീന്റെ കൂടാരത്തിനു മുന്നിൽ ഒരു പെൺകുട്ടി തളർന്നു വീണു. അവൾക്ക് ബോധമില്ലായിരുന്നു. അവളെ ശുശ്രൂഷിച്ച് ബോധം വരുത്തിയപ്പോൾ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് അമീൻ തിരിച്ചറിഞ്ഞു. അവൾ എവിടെനിന്ന് വന്നെന്നോ ആരെന്നുപോലും അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അമീൻ അവളെ സ്വന്തം മകളെപ്പോലെ സംരക്ഷിച്ചു. ദൂരെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നും തന്റെ പക്കലുള്ള ചെറിയ ആഹാരം അവൾക്ക് നൽകിയും അയാൾ അവളെ നോക്കി. മൗനത്തിലൂടെ അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അമീൻ തന്റെ മകളുടെ മാല അവൾക്ക് സമ്മാനമായി നൽകി. വർഷങ്ങൾക്ക് ശേഷം അമീന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം പരന്നു. ഒരു ദിവസം ആ നാട്ടിലെ അതിക്രൂരനായ ഒരു പ്രഭുവിന്റെ സൈന്യം അവിടെയെത്തി. അവർ ഒരു പെൺകുട്ടിയെ തിരയുകയായിരുന്നു. ആ പ്രഭുവിന്റെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു അടിമ പെൺകുട്ടിയായിരുന്നു അവൾ. അവൾ അമീന്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞ സൈനികർ അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. വൃദ്ധനായ അമീൻ അവരെ തടയാൻ നോക്കി. ഇവൾ എന്റെ മകളാണ്, ഇവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അയാൾ നിലവിളിച്ചു. പക്ഷേ സൈനികർ അയാളെ ക്രൂരമായി മർദ്ദിച്ചു. ആ പെൺകുട്ടി അമീന്റെ ജീവൻ രക്ഷിക്കാനായി കരഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോകാൻ സമ്മതിച്ചു. പോകുന്നതിനു മുൻപ് അവൾ ആ മാല ഊരി അമീന്റെ കയ്യിൽ കൊടുത്തു. അവളുടെ കണ്ണുനീർ ആ പട്ടുനൂലുകളിൽ വീണു.